ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു റെയിൻബോ വാൾ ഹാങ്ങിങ് ആണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് റെയിൻബോ കീ ചെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് തന്നെ ഏതാണ്ട് സിമിലറാണ്, പക്ഷേ അതിൻ്റെ രീതിയിലൊരു വാൾ ഹാങ്ങിങ് ആണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ വാൾ ഹാങ്ങിങ് ആകുമ്പോൾ റെയിൻബോ ഉണ്ടാവും, അതുകൂടാതെ തന്നെ വാളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് പോർഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് റെയിൻബോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് 10mm ട്വിസ്റ്റഡ് ആയിട്ടുള്ള കോട്ടൺ കോഡാണ്. ഈ കോഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 3mm 4mm ട്വിസ്റ്റഡ് കോഡ് അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് കോഡിനെ 1-2 ഒന്നിച്ച് വെച്ചിട്ടും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ 10mm ത്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്യാം. അതൊന്നും ഒരു വിഷയമുള്ളതല്ല. ബ്രെയ്ഡഡ് കോഡ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്ത് ഒരു സൈസിലുള്ള റെയിൻബോ ആണ് ആവശ്യം, അതുകൊണ്ടാണ് ഞാനിതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത ഈ ഒരു 15 cm ലെങ്ത്തുള്ള ഒരു കോഡിനെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിനെ ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഒരു മാർക്കിങ്സ് വെച്ചിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ത്രെഡ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം എത്ര വേണം കുറച്ചുകൂടെ എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ടാണ് എടുക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 19 cm എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ത്രെഡും ഇതിൽ ഞാനെടുത്ത മെഷർമെൻറ്റ്സ് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടും ത്രെഡിനനുസരിച്ചും സൈസ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെ ചോയ്സായിട്ട് എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഞ്ചസ് ഉണ്ടാക്കണം. ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എത്ര ഫ്രിഞ്ച് വേണോ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 cm ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. എൻ്റെ ഞാൻ പറഞ്ഞില്ല, വളരെ ചെറിയൊരു ഫ്രിഞ്ചസാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ 7 കോഡുണ്ടല്ലോ ബാക്കിയുള്ള ആ 7 കോഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഈ 2.5 cm 2 എഡ്ജിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെയുള്ള ഈ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ എഡ്ജസിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് 2 എഡ്ജിലും നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള ത്രെഡിലും ചെയ്യും. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കോഡിൻ്റെതും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ 7 കോഡിനും നമ്മൾ ഓരോ കളേഴ്സായിട്ടാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3mm സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്വിസ്റ്റഡ് കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെയ്ഡഡ് യൂസ് ചെയ്യാം. ഇതെല്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ വൂളൻ ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്ത് 3mm സിംഗിൾ സ്ട്രാൻഡ്. ഇതിന് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ പോർഷൻ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ നല്ല ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല. എല്ലാം നമ്മളൊരു യൂണിഫോം ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം റോൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ റോൾ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ട്വിസ്റ്റ് ചെയ്യണം. കാരണം സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിനെ അത് ബാധിക്കും. അതായത് സിംഗിൾ സ്ട്രാൻഡിലെ ഇഴകൾ അഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പോൾ ഞാനിതിപ്പോൾ സ്പീഡിൽ ഇതിൽ കാണില്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതേപോലെ അഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കോഡിന് ഈ ഒരു പ്രശ്നം വരുന്നില്ല, സിംഗിൾ സ്ട്രാൻഡിനാണ് ഈ ഒരു വിഷയമുള്ളത്. അപ്പോൾ അതിൻ്റെ എഡ്ജ് എത്തി. ഈ എഡ്ജിൻ്റെ ഇനി എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ ട്രിം ചെയ്ത് കളയാം. അതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് കീ ചെയിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള കോഡുണ്ടല്ലോ അതിലേക്ക് ബോബിൻ പിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതൊരു മെത്തേഡാണ്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അറ്റത്തൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷൻ ആയാൽ മതി. കാരണം ഞാൻ ഇതിൻ്റെ എഡ്ജിൽ ഒരു പോംസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പോർഷൻ കാണില്ല. അപ്പോൾ അങ്ങനെ കാണാത്തതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്നത് ട്രിം ചെയ്തിട്ട് വീണ്ടും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിക്കണം. അത് ലൂസാകാൻ പാടില്ല. കാരണം എങ്ങനെ ആയാലും ഫിനിഷിങ് വേണം. ഫിനിഷിങ് ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് ഒന്നാമത്തത് റെഡിയായി.
ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് 19 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് എടുക്കുന്നു. സെക്കൻഡ് കളറായിട്ടുള്ള ഞാൻ ഇവിടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ റെഡിയായി, രണ്ടാമത്തതും റെഡിയായി. ഇനി അതേപോലെ ബാക്കിയുള്ള കളേഴ്സും നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിലൊരു ടോട്ടൽ 7 കളേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫ്രിഞ്ചസിൻ്റെ ലെങ്ത്ത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെത് വളരെ ചെറുതായിരിക്കും. നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ആദ്യം തന്നെ ആ ലെങ്ത്ത് ശ്രദ്ധിക്കണം. പിന്നെ കൈ കൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഇപ്പം വലുതും ചെറുതും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്താം. ഇനി എന്ത് ചെയ്യണം, ഇതിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അതിനൊന്നിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നീഡിൽ വെച്ച് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നീഡിലാണ്. എനിക്ക് എപ്പോഴും നീഡിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായി തോന്നിയിട്ടുള്ളത് എപ്പോഴും നീഡിൽ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 2 റെയിൻബോൻ്റെ പോർഷൻ എടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് നീഡിലിൻ്റെ അറ്റത്ത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മളൊരു നോട്ട് ഇട്ടതിന് ശേഷം വേണ്ടി മാത്രമായിരിക്കണം തുടങ്ങേണ്ടത്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ചെരിഞ്ഞ രീതിയിൽ വേണം അടുത്തെടുക്കുക. അതായത് ഒരു ക്രോസ് ഷേപ്പിലായിരിക്കണം അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും. അപ്പം കുറച്ചൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടെക്നിക്ക് മനസ്സിലാവും. എന്നിട്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. പിന്നെ നമുക്കിതുപോലെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, സിസേഴ്സ് വെച്ചിട്ടാണ് ഇത് പുൾ ചെയ്യണത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയർ ഉണ്ടെങ്കിൽ പ്ലെയർ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെതായ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ സെൻറ്ററിലെത്തി, സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സൈഡിലോട്ടേക്ക് മാറി റെയിൻബോൻ്റെ ഷേപ്പ് ഫോം ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യുക. കുറച്ച് സമയം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് വലിയ റെയിൻബോ ഒക്കെ ആവുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എഡ്ജും ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയും കാണാത്ത രീതിയിലൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് 3rd കോഡ് എടുക്കുക. സെയിം ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സിസർ പിന്നെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള സിസർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പ്ലെയർ യൂസ് ചെയ്യുക. സോ ഇതിപ്പം ഞാൻ ഒരു ട്വിസ്റ്റഡ് കോഡ് വെച്ചിട്ടുള്ള റെയിൻബോ ആണ്. ഞാൻ മറ്റതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് പറയുന്നത്. അതായത് നമ്മൾ നീഡിൽ വെച്ചിട്ട് ചെയ്താൽ. ഇനി അതിൻ്റെ എഡ്ജസൊക്കെ ഫ്രിഞ്ചസൊക്കെ ചീകിയെടുക്കണം ഇതേപോലെ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻസ് നമുക്ക് വേണ്ടത്ര വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. റെയിൻബോൻ്റെ ഒരു ഏകദേശം ഇത് ഒന്നില്ല നിങ്ങൾക്ക് ഇതിവിടെ വെച്ച് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു വുളൻ ത്രെഡ് വെച്ചിട്ട് പോംപോംസ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 6 പോംപോമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. റെയിൻബോക്ക് നല്ല മാച്ച് ആയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് 3 ഫിംഗേഴ്സ് എടുത്തിട്ട് അതിൽ ഒരു 35 ടേൺ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കോഡ് കൂടെ എടുത്തിട്ട് ഈ നമ്മളിപ്പോൾ 35 ടേൺസ് ഇതാക്കിയില്ല, അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നല്ല ടൈറ്റ് ചെയ്തിട്ട് 2 നോട്ട് കെട്ടിക്കൊടുക്കുക. ശ്രദ്ധിക്കണം, നല്ലോണം ടൈറ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസായാൽ വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 2 എഡ്ജസിൽ ഇങ്ങനൊരു പോർഷൻ ഉണ്ടാവില്ല, അതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരേ ഷേപ്പായിട്ട് എടുക്കുക. അതായത് എക്സ്ട്രാ തള്ളി നിൽക്കുന്നതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അതിന് ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയ സീസർ വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല പോംപോംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് വേറെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിപ്പം ഞാൻ എൻ്റെ ഒരു ഷേപ്പ് ഈ ഒരു എനിക്കിങ്ങനെ മതിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെയും കുറേ ടൈപ്പിലുള്ള പോംപോംസ് നല്ല കുറച്ചുകൂടെ ടേൺസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതുപോലെ 6 പോംപോംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഇതിൽ വെച്ച് കൊടുക്കുക. ഒന്നിൽ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നീഡിൽ വെച്ച് ചെയ്യാം. ഞാനിതിൽ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും നീഡിലാണ് കുറച്ചുകൂടെ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് ഈ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ എവിടെയും കാണുകയില്ല. കണ്ടാൽ തന്നെ ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് നമുക്ക് ആക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഗ്ലൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് പറഞ്ഞു വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്റ്റിക്കായി നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് പെർഫെക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ 6 അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
ഇതതിൻ്റെ ബാക്ക് സൈഡ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ വൈറ്റ് കാണുന്നുണ്ടല്ലോ, ഈ വൈറ്റ് കാണുന്നതിനൊക്കെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീഡിലോ അല്ലെങ്കിൽ സിസറിൻ്റെ എഡ്ജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉള്ളിലോട്ടേക്ക് മെല്ലെ മെല്ലെ അങ്ങനെ തള്ളിക്കൊടുത്താൽ അതവിടെ കാണാതിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഹാങ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡാണിത്. അതിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബോബിൻ പിന്ന് അല്ലല്ലാന്നുണ്ടെങ്കിൽ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും ഔട്ടറിലുള്ള റെഡ് കോഡ് ഉണ്ടല്ലോ, ആ കോഡിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നീഡിൽ അല്ലെങ്കിൽ ബോബിൻ പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിലൂടെ ജസ്റ്റ് ഈ 40 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ളതിനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിലുള്ള പോർഷനിലുണ്ടല്ലോ, അവിടെ കൂടെ ജസ്റ്റ് വലിച്ചെടുക്കുക. ശ്രദ്ധിക്കണം, ഒരുപാട് വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് ഹാങ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്ക് സൈഡ് നോട്ട് കെട്ടിക്കൊടുക്കില്ലേ സാധാ, അതുപോലെ തന്നെയാണ്. ഇതിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഏതാണ്ട് മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിപ്പം ഇതിൽ ഗ്ലൂ അല്ലല്ലോ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റണത് കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ മിഡിൽ പോർഷനെ ഫ്രണ്ടിൽ കൂടെ വേണം ബാക്കിലോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണം, ബാക്ക് സൈഡിലല്ല, ഇതിൽ ഫ്രണ്ട് സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററാണെന്നൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ചെയ്യുക. ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ 2 എഡ്ജസിനെയും ജസ്റ്റ് വലിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ലാക്ക് സൈഡ് നോട്ടായിട്ട് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് എത്രത്തോളം വേണം ഹാങ് ചെയ്യാന്നുള്ളതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ 2 ബീഡ്സും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിനൊരു എംബ്രോയ്ഡറി ഹൂപ്പിലാണ്, അത് 12 ഇഞ്ച് സൈസുള്ള എംബ്രോയ്ഡറി ഹൂപ്പാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസ്റ്റമർ അതേപോലെ അവരുടെ നെയിമും ഇതിൽ വെക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നെയിമും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിനിഷിങ് നമ്മൾ വാൾ ഹാങ്ങിങ്ങിലോട്ടേക്ക് അടുക്കുകയാണ്. ഇതിൽ 4mm സിംഗിൾ സ്ട്രാൻഡിൽ 35-100 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റിലത്തെ ഒരു ത്രെഡ് എടുത്തു, നമ്മൾ ലാക്ക് സൈഡ് നോട്ട് വഴി 100 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡിനെ ഇതിൽ അറ്റാച്ച് ചെയ്തു. ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് എത്രത്തോളം വേണോ അത്രയും ചെയ്യാം. ഞാനിതിലൊരു 35 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത്രയും കുറച്ച് വലിയ റിങ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് നമ്മൾ ഈ 1 മീറ്റർ ലെങ്ത് ഉണ്ടല്ലോ, അതിന് എൻഡ് ഒരു വി ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെങ്ത്തും അതേപോലെ കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എൻഡ് ഇതേപോലെ സിസ്റ്റർ വെച്ചിട്ട് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം എൻഡ് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തൊരു ടെക്നിക്കാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓരോ ഷേപ്പ് ഫോം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു.